മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികളെ ബലാത്സംഗം ചെയ്തെന്ന കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നതിൽ വിവാദം കനക്കുന്നു. കേസിൽ ഉൾപ്പെട്ട ബി.ജെ.പി. നേതാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ബദലാപൂരിലെ സ്കൂളിൽ 2 നഴ്സറി വിദ്യാർത്ഥിനികൾ ശുചിമുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവം വലിയ കോളിളക്കമുണ്ടാക്കിയതാണ്. ജനരോഷം ഇരമ്പിയതോടെ സ്കൂളിലെ തൊഴിലാളിയായ അക്ഷയ് ഷിൻഡെ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ ഇന്നലെ തലോജ ജയിലിൽ നിന്ന് ബദലാപൂരിലേക്ക് കൊണ്ടുവരും വഴിയാണ് വെടിവെപ്പുണ്ടായത്. വാനിനുള്ളിൽ പ്രതി തോക്ക് തട്ടിയെടുത്ത് വെടിയുതിർത്തെന്ന് പോലീസ് പറയുന്നു. തിരിച്ചുള്ള വെടിവെപ്പിൽ പ്രതി മരിച്ചെന്നും. എന്നാൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടൽ എന്ന് സംശയിക്കുകയാണ് പ്രതിപക്ഷം. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതടക്കം കുറ്റം ചെയ്ത മറ്റു പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ബി.ജെ.പി. ബന്ധമുള്ള ഇവരെ രക്ഷിക്കാനുള്ള നീക്കമാണ് മുഖ്യപ്രതിയെ വധിച്ചതിലൂടെ നടന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആരോപിക്കുന്നു. മഹാരാഷ്ട്ര പോലീസിലെ ഏറ്റുമുട്ടൽ വിദഗ്ധരിൽ ഒരാളായ സഞ്ജയ് ഷിൻഡെയാണ് പ്രതി അക്ഷയെ വെടിവെച്ച് കൊന്നത്. എന്നാൽ ശിവസേന ഷിൻഡെ വിഭാഗം പ്രവർത്തകർ ഇന്ന് ബദലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ മധുര വിതരണം നടത്തി. തൂക്കുകയർ ഉറപ്പായ പ്രതിയാണ് വധിക്കപ്പെട്ടതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗം പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രതികരണം. 24 മുംബൈ.